കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണ കുത്തക തകർത്ത ലേബർ പാർട്ടി അധികാരത്തിലേറ്റിയ കെയർ സ്റ്റാർമർ തൊഴിലാളി പാശ്ചാത്യമുള്ള നേതാവാണ്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് ക്രാമർ. ബ്രിട്ടൻ അതിന്റെ ഭാവി തിരിച്ചുപിടിച്ചെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേക്ക് ജയിച്ചു കയറിയിരിക്കുകയാണ് കെയർ സ്റ്റാർമർ എന്ന നിയുക്ത ബ്രിട്ടൻ പ്രധാനമന്ത്രി. 650 സീറ്റുകളുള്ള ഹൗസ് ഓഫ് കോമൺസിൽ കേവല ഭൂരിപക്ഷം മറികടന്നതോടെ ലേബർ പാർട്ടി അധികാരമുറപ്പിച്ചു. പേരിൽ പോലും വ്യത്യസ്തതയുള്ള കെയർ സ്റ്റാർമർ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചയാളാണ്. തൊഴിലാളി വർഗ പ്രതിനിധിയായാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ലേബർ പാർട്ടിയുടെ സ്ഥാപക നേതാവായ കെയർ ഹാർഡിക്കിന്റെ പേരിലെ ആദ്യ നാമം സ്റ്റാർമറിന്റെ പേരിലുണ്ടെന്നതും കൗതുകം. ഓക്സ്ഫഡിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സ്റ്റാർമറുടെ ബാല്യം അത്ര സമ്പന്നമല്ല. പിതാവ് മരപ്പണിക്കാരനായിരുന്നു, മാതാവ് നഴ്സും. ദാരിദ്ര്യത്തിൽ വളർന്ന സ്റ്റാർമറുടെ പഠന ചിലവ് വഹിച്ചത് പ്രാദേശിക കൗൺസിലാണ്. 3 പതിറ്റാണ്ടോളം അഭിഭാഷകനായിരുന്നു സ്റ്റാർമർ. മനുഷ്യാവകാശ കേസുകളിലാണ് അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചത്. ക്രിമിനൽ നിയമത്തിലെ സ്റ്റാർമറിന്റെ സംഭവങ്ങൾക്ക് എലിസബത്ത് രാജ്ഞി നൈറ്റ് പദവി എന്ന പ്രത്യേക പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണെങ്കിലും അരനൂറ്റാണ്ടിനിടെ ബ്രിട്ടന്റെ ചരിത്രത്തിലെ പ്രായമേറിയ പ്രധാനമന്ത്രിയാണ് സ്റ്റാർമർ. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഋഷി സുനകിന് ശേഷം പ്രധാനമന്ത്രിയാകുന്ന പ്രായം കൂടിയ വ്യക്തി എന്നത് മറ്റൊരു കൗതുകവും. 2015 52-ാം വയസ്സിലാണ് സ്റ്റാർമർ ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയത്. ആരോഗ്യ മേഖലയിലും ഇമിഗ്രേഷനിലും നികുതിയിലും വിദ്യാഭ്യാസ രംഗത്തുമുള്ള നയരൂപീകരണമാണ് സ്റ്റാർമറിനും ലേബർ പാർട്ടിക്കും വിജയം നൽകിയത്. മഹത്തായ രാഷ്ട്രത്തിന്റെ ചുമലിൽ നിന്ന് ഒരു ഭാഗം കൂടി ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ച് പ്രതീക്ഷയുടെ ഭാരവുമായി ബ്രിട്ടന്റെ ചരിത്രത്തിലേക്കാണ് കെയർ സ്റ്റാർമർ ജയിച്ചു കയറിയിരിക്കുന്നത്. പുതിയ മാറ്റവുമായി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.